ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന ചില വർക്ക് ഹോൾഡിംഗ് ഡിവൈസസിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബെഞ്ച് വൈസ് ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആയിട്ടുള്ള ബെഞ്ച് വൈസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാക്കി ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന ബാക്കിയുള്ള കുറച്ച് വർക്ക് ഹോൾഡിംഗ് ഡിവൈസസിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബെഞ്ച് വൈസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ആണ് പൈപ്പ് വൈസ്, ഹാൻഡ് വൈസ്, ടൂൾ മേക്കേഴ്സ് വൈസ്, പിൻ വൈസ് തുടങ്ങിയവ. ഏതൊക്കെയാണ്? പൈപ്പ് വൈസ്, ഹാൻഡ് വൈസ്, ടൂൾ മേക്കേഴ്സ് വൈസ്, പിൻ വൈസ്. ഇതൊക്കെ എന്താണ്? ബെഞ്ച് വൈസിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ആണ്. ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ആണ്. വർക്ക് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വർക്കിനെ ഉറപ്പിച്ച് നിർത്താൻ ഉപയോഗിക്കുന്ന ടൂൾസ് ആണ്. ഏതൊക്കെ? പൈപ്പ് വൈസ്, ഹാൻഡ് വൈസ്, ടൂൾ മേക്കേഴ്സ് വൈസ്, പിൻ വൈസ് തുടങ്ങിയവ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പൈപ്പ് വൈസിനെ കുറിച്ചാണ്. ഏതാണ്? പൈപ്പ് വൈസ്. ഒരു പൈപ്പ് വൈസിൻ്റെ ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അല്ലേ? ബെഞ്ച് വൈസിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ ഹാൻഡിൽ? സൈഡിലോട്ടായിരുന്നു അല്ലേ? പാരലലായിട്ടായിരുന്നു എന്ത്? സ്ലൈഡിങ് ജോ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. എന്നാൽ പൈപ്പ് വൈസിൽ എങ്ങനെയാണ്? അത് മേലേക്കാണ് അല്ലേ? ഹാൻഡിൽ മേലോട്ടാണ് അല്ലേ? അപ്പോൾ മൂവ് ചെയ്യുന്നത് എന്താണ്? മേലോട്ടും താഴോട്ടാണ് അല്ലേ? വെർട്ടിക്കലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത് അല്ലേ? ബെഞ്ച് വൈസ് എങ്ങനെയായിരുന്നു? സൈഡിലോട്ട് അല്ലേ? പാരലലായിട്ടായിരുന്നു. ഇതെന്താണ്? വെർട്ടിക്കലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ചിത്രം ശ്രദ്ധിക്കുക. ആ ചിത്രം കാണിച്ചിട്ടുള്ളതാണ് ഇത് ഒരു പൈപ്പ് വൈസ്. ഇതിൻ്റെ പേരാണ് പൈപ്പ് വൈസ്. അപ്പോൾ നോക്കാം എന്താണ് പൈപ്പ് വൈസ് എന്നുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പൈപ്പ് വൈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് റൗണ്ട് സെക്ഷൻ മെറ്റൽ, ട്യൂബ്സ്, പൈപ്സ് എക്സെട്ര. ആ പേരും തന്നെ നമുക്ക് ഏകദേശം കിട്ടും അല്ലേ? പൈപ്പ് വൈസ് ആണ് അല്ലേ? എന്താണ്? പൈപ്പ് വൈസ്. എന്തിനാണ് പൈപ്പ് വൈസ് യൂസ് ചെയ്യുന്നത്? പൈപ്പ് വൈസ് യൂസ് ചെയ്യുന്നത് റൗണ്ട് ഷേപ്പിലുള്ളത്, ഓക്കെ, റൗണ്ട് ഷേപ്പിലുള്ള മെറ്റൽസ് ഹോൾഡ് ചെയ്യുക. അതിലെ മനസ്സിലായില്ലേ? റൗണ്ട് ഷേപ്പിലുള്ള മെറ്റൽസ് ഹോൾഡ് ചെയ്യുക. അതുപോലെ റൗണ്ട് ഷേപ്പുള്ള ട്യൂബുകൾ ഹോൾഡ് ചെയ്യുക. പൈപ്പൊക്കെ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പൈപ്പ് വൈസ് യൂസ് ചെയ്യുന്നത്. എന്താണ് പൈപ്പ് വൈസിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം? പൈപ്പ് വൈസിൻ്റെ ധർമ്മം എന്താണ്? റൗണ്ട് ഷേപ്പിലുള്ള, ഓക്കെ, ഹോൾഡ് ചെയ്യാൻ, റൗണ്ട് ഷേപ്പിലുള്ള മെറ്റീരിയൽസ് ഹോൾഡ് ചെയ്യുന്നതിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പൈപ്പ് വൈസ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ട്യൂബ്, പൈപ്പ്, അതുപോലെ റൗണ്ട് സെക്ഷനുള്ള മെറ്റീരിയൽസൊക്കെ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്? പൈപ്പ് വൈസ് എന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ഇൻ ദിസ് കേസ് ദ സ്ക്രൂ ഈസ് വെർട്ടിക്കൽ ആൻഡ് ദ മൂവബിൾ ജോ വർക്ക് വെർട്ടിക്കലി. നേരത്തെ ഞാൻ പറഞ്ഞു ബെഞ്ച് വൈസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ബെഞ്ച് വൈസിൻ്റെ സ്ലൈഡിങ് ജോ മൂവ് ചെയ്യുന്നത് പാരലൽ ആയിട്ടാണ് അല്ലേ? മുന്നോട്ടും പിന്നോട്ടുമാണ് മൂവ് ചെയ്യുന്നത്. എന്നാൽ പൈപ്പ് വൈസിൽ എങ്ങനെയാണ്? പൈപ്പ് വൈസിൽ ഈ ഒരു ചിത്രം നോക്കുക. ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലേ? പൈപ്പ് വൈസ് എങ്ങനെയാണ്? മേലോട്ടും താഴോട്ടുമാണ് മൂവ് ചെയ്യുന്നത്. വെർട്ടിക്കലി ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലേ? ഹാൻഡിൽ എങ്ങനെയാണ്? മേലെയാണ് കൊടുത്തുള്ളത്. അപ്പോൾ ആ വൈസിൻ്റെ ജോ എങ്ങനെയാണ്? മേലോട്ടും താഴോട്ടാണ് മൂവ് ചെയ്യുന്നത്. വെർട്ടിക്കലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതാണ് എന്ത്? ബെഞ്ച് വൈസും പൈപ്പ് വൈസും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. പിന്നെ ഒരു പോയിന്റാണ് ഇറ്റ് ഗ്രിപ്സ് ദ വർക്ക് അറ്റ് 4 പോയിന്റ്സ് ഓൺ ഇറ്റ് സർഫസ്. ഒരു പൈപ്പ് വൈസിൽ എന്താണ്? ഒരു വർക്ക് 4 പോയിന്റ്സിൽ എന്ത് ചെയ്യും? ഗ്രിപ്പായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, 4 പോയിന്റ്സിൽ ഗ്രിപ്പ് ചെയ്തിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും ഒരു പൈപ്പ് വൈസിൽ. ചിത്രം നോക്കുക. ഒരു പൈപ്പ് വൈസിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് നോക്കാൻ പറ്റും. ഫസ്റ്റത്തെ ഭാഗം ഏതാണ്? ഹാൻഡിലാണ് അല്ലേ? ഹാൻഡിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹാൻഡിൽ നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ ആ പൈപ്പ് വൈസ് എന്ത് ചെയ്യും? മേലോട്ടും താഴോട്ടും മൂവ് ചെയ്യും അല്ലേ? അപ്പോൾ എന്താണ്? ചിലപ്പോൾ എന്തിനാണ് ഞാൻ പറഞ്ഞു പൈപ്പ് വൈസ് യൂസ് ചെയ്യുന്നത്? റൗണ്ട് ഷേപ്പിലുള്ള വർക്ക് പീസ്, അതുപോലെ ട്യൂബ്, പൈപ്പൊക്കെ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ വർക്ക് പീസിനും ഒരേ അളവായിരിക്കില്ല, ആ വ്യത്യസ്ത അളവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ടൈറ്റ് ചെയ്യേണ്ടയും ലൂസ് ചെയ്യേണ്ടയും ആവശ്യമുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ചാണ് ഹാൻഡിൽ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ സ്പിൻഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു അപ്പർ ജോയും ഉണ്ട്, ലോവർ ജോയും ഉണ്ട്. അതിൽ ലോവർ ജോ നമുക്ക് അവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ബോൾട്ട് യൂസ് ചെയ്തിട്ട് അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും.
ബോൾട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോവർ ജോ എന്ത് ചെയ്തിട്ടുണ്ട്, ബോൾട്ട് യൂസ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പർ ജോ എന്താണ്, അപ്പർ ജോന് മൂവ് ചെയ്യാൻ സാധിക്കും. മേലോട്ടും താഴോട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ തിരിക്കുന്നതിനനുസരിച്ച് അപ്പർ ജോന് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ സാധിക്കും. ലോവർ ജോക്കോ, ലോവർ ജോ എന്താണ്, അവിടെ ഫിക്സഡ് ആണ്. അപ്പോൾ വർക്ക് പീസ് ഏതിൻ്റെയൊക്കെ ഇടയിലാണ് വരിക, അപ്പർ ജോയുടെയും ലോവർ ജോയുടെയും ഇടയിലാണ് എന്ത് വരുന്നത്, വർക്ക് പീസ് വരുന്നത്. ഇനി അടുത്തൊരു ഡിവൈസാണ് ഹാൻഡ് വൈസ്. എന്താണ്, ഹാൻഡ് വൈസ്. ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഡിവൈസാണ് ഏത്, ഹാൻഡ് വൈസ് എന്ന് പറയുന്നത്. ഒരു ഹാൻഡ് വൈസിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, നോക്കുക. അതാണ് എന്ത്, ഹാൻഡ് വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇതിന് പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ്. 2 ലെഗ്സ് കാണാൻ പറ്റും അല്ലേ, 2 കാലുകളുണ്ട് ഇതിന്. നമ്മളവിടെ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും 2 ലെഗ് ഉണ്ട്. ആ ലെഗ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്, മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് ആ ലെഗ്സ് ഉണ്ടാക്കുന്നത്. എന്താണ്, മൈൽഡ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ലെഗ്സ് ആണ്. അത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്തത് കാണാൻ പറ്റും അല്ലേ. രണ്ടിൻ്റെ ഇടയിൽ കൂടെ ഒരു കീ പോലുള്ള ഒരു സംഭവം പോയിട്ടുണ്ട് അല്ലേ. അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഹിഞ്ച് ചെയ്തിട്ടുണ്ട്, അഥവാ രണ്ടും കൂടി തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജോയിൻറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ്, ഹാൻഡ് വൈസിൻ്റെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ആ 2 ലെഗ്സ്. ആ ലെഗ്സ് മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ആ 2 ലെഗ്സും എന്ത് ചെയ്തിട്ടുണ്ട്, ജോയിൻറ്റ് ചെയ്തത് നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഹാൻഡ് വൈസ്, എന്തിനാണ് ഹാൻഡ് വൈസ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ദ ഹാൻഡ് വൈസ് ഈസ് യൂസ്ഡ് ഫോർ ഗ്രിപ്പിംഗ് സ്ക്രൂസ്, റിവെറ്റ്സ്, കീസ് ആൻഡ് സ്മോൾ ടൂൾസ്. എന്താണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, ഹാൻഡ് വൈസ് എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്ന ഹാൻഡ് വൈസ് ആണ് അല്ലേ, കയ്യിൽ ഉൾക്കൊള്ളാവുന്ന ഒരു വൈസ് ആണ് അല്ലേ. അപ്പോൾ ഹാൻഡ് വൈസ് യൂസ് ചെയ്യുന്നതാണ് സ്ക്രൂ, അതായത് സ്മോൾ സ്ക്രൂസ്, അതുപോലെ റിവെറ്റ്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത്, ചെറിയ ടൂൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, കീ, അതുപോലെ റിവെറ്റ്സ്, സ്ക്രൂ കാര്യങ്ങളൊക്കെ ഗ്രിപ്പ് ചെയ്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹാൻഡ് വൈസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതർ സിമിലർ ഒബ്ജക്റ്റ് വിച്ച് ആർ ടു സ്മോൾ ടു ബി കൺവെൻഷനലി ഹെൽഡ് ഇൻ ദ ബെഞ്ച് വൈസ്. നമ്മുടെ ബെഞ്ച് വൈസിൽ ഒരു വളരെ ചെറിയ ഭാഗങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഒരു മിനിമം കുറച്ച് വലിപ്പമുള്ള കാര്യങ്ങളെ ബെഞ്ച് വൈസിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബെഞ്ച് വൈസിൽ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഹാൻഡ് വൈസിലാണ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു അടുത്ത പോയിന്റ് നോക്കാം. ദ ലെങ്ത് വാരീസ് ഫ്രം 125 to 150 mm. 125 മുതൽ 150 mm, അതായത് 12.5 സെൻറ്റിമീറ്റർ മുതൽ 15 സെൻറ്റിമീറ്റർ വരെയാണ് എന്ത്, ഒരു ഹാൻഡ് വൈസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ചിത്രത്തിൽ കണ്ടു അല്ലേ, ഒരു ഹാൻഡ് വൈസിൻ്റെ ചിത്രം നമ്മൾ കണ്ടു. അപ്പോൾ ഹാൻഡ് വൈസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 125 mm മുതൽ 150 mm വരെയാണ്. ആൻഡ് ദ ജോബ് വിഡ്ത്ത് ഫ്രം 14 to 44 mm. എന്താണ് അതിൻ്റെ വിഡ്ത്ത് എത്രയാണ് വരുന്നത്, 40 mm മുതൽ 44 mm വരെയാണ് എന്ത്, ഒരു ഹാൻഡ് വൈസിൻ്റെ വിഡ്ത്ത് വരുന്നത്. അടുത്തൊരു ഡിവൈസാണ് പിൻ വൈസ്. എന്താണ് പിൻ വൈസ്, ഒരു പിൻ വൈസിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്, ശ്രദ്ധിക്കുക. ആ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളതിൻ്റെ പേരാണ് പിൻ വൈസ്. നോക്കാം എന്തിനാണ് പിൻ വൈസ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. പിൻ വൈസ്, ദ പിൻ വൈസ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് റൗണ്ട് മെറ്റീരിയൽ ഓഫ് സ്മോൾ ഡയമീറ്റർ സച്ച് ആസ് വയർ ആൻഡ് പിൻസ് ഡ്യൂറിങ് വർക്കിംഗ്. എന്തിനാണ് പിൻ വൈസ് യൂസ് ചെയ്യുന്നത്, പിൻ വൈസ് റൗണ്ട് ഷേപ്പിലുള്ള വളരെ ഡയമീറ്റർ കുറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് ഹോൾഡ് ചെയ്യുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു പൈപ്പ് വൈസ് അല്ലേ, പൈപ്പ് വൈസ് എന്താണ്, റൗണ്ട് ഷേപ്പിലുള്ള മെറ്റീരിയൽസ് ഹോൾഡ് ചെയ്യുന്നതാണ്. പക്ഷേ എന്താണ് പിൻ വൈസിൻ്റെ പ്രത്യേകത, ഡയമീറ്റർ, അതിൻ്റെ ഡയമീറ്റർ വളരെ കുറഞ്ഞിട്ട് റൗണ്ട് ഷേപ്പിലുള്ള മെറ്റീരിയൽസ് ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പിൻ വൈസ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് എന്താണ്, ചെറിയ വയേഴ്സ്, അതുപോലെ പിന്ന്, വയറ്, പിന്ന് കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പിൻ വൈസ് യൂസ് ചെയ്യുന്നത്. ആ പേരും തന്നെ നമുക്ക് കിട്ടും അല്ലേ, പിൻ വൈസ് ആണ്. പിന്നിൻ്റെ ഒക്കെ ഡയമീറ്റർ എന്താണ്, വളരെ കുറവാണ്. അങ്ങനെ ഊഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ പിൻ വൈസ് യൂസ് ചെയ്യുന്നതിനാണ് വളരെ ഡയമീറ്റർ കുറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള വയറ്, പിന്നും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്തൊരു വൈസാണ് ടൂൾ മേക്കേഴ്സ് വൈസ്. നിങ്ങളവിടെ ചിത്രത്തിൽ കാണുന്നതാണ് ഇത് ടൂൾ മേക്കേഴ്സ് വൈസ് എന്ന് പറയുന്നത്. ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് ഇത് ടൂൾ മേക്കേഴ്സ് വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ടൂൾ മേക്കേഴ്സ് വൈസ് ഈസ്
particularly useful for holding small work which requires filing or drilling, and for such work as laying out small jobs on the surface plate. എന്താണ് പറയുന്നത്? ടൂൾ മേക്കേഴ്സ് വൈസ് എന്ന് പറയുന്നത് ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ ചെറിയ ജോബ്സ് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനും ഫയലിങ്ങിനും കാര്യത്തിനൊക്കെയാണ് ടൂൾ മേക്കേഴ്സ് വൈസ് യൂസ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മൈൽഡ് സ്റ്റീൽ. ടൂൾ മേക്കേഴ്സ് വൈസ് എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്? മൈൽഡ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ടൂൾ മേക്കേഴ്സ് വൈസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടൂൾ മേക്കേഴ്സ് വൈസ് എന്താണ്? മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് എന്ത്? ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വൈസുകൾ. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പൈപ്പ് വൈസ് പറഞ്ഞു, ഹാൻഡ് വൈസ് പറഞ്ഞു, ടൂൾ മേക്കേഴ്സ് വൈസ് പറഞ്ഞു, പിൻ വൈസ് പറഞ്ഞു അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബെഞ്ച് വൈസിനെ കുറിച്ചിട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നു. പൈപ്പ് വൈസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റൗണ്ട് ഷേപ്പിലുള്ള മെറ്റീരിയൽസ്, അതുപോലെ ട്യൂബ്സ്, പൈപ്പും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നതിനാണ് പൈപ്പ് വൈസ് യൂസ് ചെയ്യുന്നത്. ഹാൻഡ് വൈസ് നമ്മൾ പറഞ്ഞു, ചെറിയ കീസ് അതുപോലെ ചെറിയ റിവറ്റ്സും കാര്യങ്ങളൊക്കെ ഗ്രിപ്പ് ചെയ്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹാൻഡ് വൈസ് യൂസ് ചെയ്യുന്നത്. പിൻ വൈസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വളരെ ഡയമീറ്റർ കുറഞ്ഞിട്ടുള്ള ചെറിയ പിന്നും വയറും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പിൻ വൈസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ടൂൾ മേക്കേഴ്സ് വൈസ് യൂസ് ചെയ്യുന്നതിനാണ് ചെറിയ വർക്ക് കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടൂൾ മേക്കേഴ്സ് വൈസ് യൂസ് ചെയ്യുന്നത്. ടൂൾ മേക്കേഴ്സ് വൈസ് മൈൽഡ് സ്റ്റീൽ എന്ന മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വൈസ്, ഇപ്പോൾ ഇത്രയും പറഞ്ഞ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് എപ്പോഴും എന്തായിരിക്കണം? ക്ലീൻ ആയിരിക്കണം. എപ്പോഴും അതിന് പൊടിപടലങ്ങളും പൊടി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഒഴിച്ചു മാറ്റിയിട്ട് എപ്പോഴും ക്ലീൻ ആയിട്ട്, അതിൽ മെറ്റൽ ചിപ്സോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും പാടില്ല. മെറ്റൽ ചിപ്സ് നമ്മൾ ഫയലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും? മെറ്റൽ ചിപ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ എന്ത് ചെയ്യണം? വയർ ബ്രഷ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ആയിട്ട് വെക്കണം. ഇല്ലെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ മെറ്റീരിയൽസിന് കേടുപാടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ എന്താണ്? അതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഓയിലും ഗ്രീസും കൊടുത്തിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ വൈസ് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ഗ്രീസിങ്ങും ഓയിലിങ്ങും ഒക്കെ എന്ത് ചെയ്യണം? വൈസിന് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും വൈസിൻ്റെ മേലെ ഹാമറോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് അടിക്കാനൊന്നും പാടില്ല. അത് വൈസ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. വൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹാൻഡ് ഹോൾഡിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് വർക്ക്ഷോപ്പിലെ നമ്മുടെ മെറ്റീരിയലിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഡിവൈസ് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ ചുറ്റി കൊണ്ട് അടിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് എന്തായിരിക്കും? ആ മെറ്റീരിയലിന് ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്.